എല്ലാവർക്കും നമസ്കാരം. രജിത്ജിയുടെ പിറന്നാളാഘോഷത്തോടനുബന്ധിച്ച് നടന്ന 6-ാം തീയതി നടന്ന മീറ്റിങ്ങിൽ, ഏപ്രിൽ 6-ാം തീയതി നടന്ന മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം. അതിനോടൊപ്പം ആ പിറന്നാൾ ആഘോഷിക്കാൻ, വാസ്തവത്തിൽ പിറന്നാൾ വേറെ ദിവസമായിരുന്നു. പിന്നെ ബർത്ത്ഡേ ആണെങ്കിൽ 29 മാർച്ചാണ്. ഇത്രയും തിരക്കുള്ള LMRKയുടെ ക്യാപ്റ്റനായ രജിത്ജിക്ക് വരാൻ പറ്റുന്നൊരു ദിവസം നോക്കിയിട്ടാണ് ഏപ്രിൽ 6-ാം തീയതി തീരുമാനിച്ച് തൃശ്ശൂർ വെച്ചിട്ട് ബിന്ദു തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള പ്രൈവറ്റ് ഹാളിൽ ഇത് നടത്തിയത്. അത് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഗ്രൗണ്ട് ഫോഴ്സ് അംഗങ്ങൾ രജിത്ജിയോടും കുടുംബത്തോടും അതിന് രജിത്ജിയോട് നന്ദി പറയുന്നു, ശ്യാമിലി മാഡത്തിനോട് നന്ദി പറയുന്നു, മക്കളായ നക്ഷത്രയോടും ഗംഗയോടും ഒരുപാട് സ്നേഹത്തോടെ പറയട്ടെ. രജിത്ജിയുടെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള എന്താ പറയാൻ പറ്റുക എന്നറിയില്ല, അത്രമാത്രമുള്ള നന്ദിയും കടപ്പാടും ഞാൻ എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഗ്രൗണ്ട് ഫോഴ്സ് അംഗങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ കൂടെ പറയാണ്. കാരണം ഒരു യുഗ മനുഷ്യൻ്റെ ഒപ്പം ജീവിക്കുക, ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഡയമെൻഷനിൽ നിന്ന് മെസ്സേജുകളും ഇൻസ്ട്രക്ഷൻസും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം ഊണ് കഴിക്കുക, ഒരു വ്യക്തിയോടൊപ്പം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇന്ന് അത്രയും പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ചരിത്രം രേഖപ്പെടുത്തുന്നതാണിത്. പിന്നീട് എന്തായാലും തുടങ്ങട്ടെ. എന്താണ് രജിത്ജി അന്ന് നമ്മളോട് പറഞ്ഞതെന്ന്. അതിൽ രജിത്ജി സ്റ്റാർട്ട് ചെയ്തതിന് നന്ദി ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ആ ഫംഗ്ഷൻ ഇടയ്ക്കൊക്കെ രജിത്ജി നന്ദി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ നന്ദി ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് തുടങ്ങി. അതിൽ പ്രധാനമായിട്ടും ഒരുപാട് നാഴികക്കല്ലുകൾ കൂടിയാണ് ഈ യാത്ര തുടരുന്നതെന്നും മെയ് 1 വരുന്ന അഗ്നിയാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് രജിത്ജി എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അഗ്നിയാഗം 2026 അഗ്നിയാഗത്തിന് മുന്നോടിയായി വരുന്ന ഹോമങ്ങളിൽ ഒരു ഹോമം ഓൾറെഡി കഴിഞ്ഞതാണ്. ഇനി വരുന്ന ഹോമം മെയ് 1 പഴനിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ആ പഴനിയിൽ വെച്ച് നടക്കുന്ന ഹോമത്തിനെക്കുറിച്ചാണ് മീറ്റിങ്ങിൽ കൂടുതലായിട്ടും പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ അഗ്നിയാഗം ഇനി 2026 നടക്കുന്നത്. അപ്പോൾ ഈ മെയ് 1 നടക്കുന്ന ഹോമം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഓഗസ്റ്റിൽ ശ്രീനാരായണ ജയന്തിയോടനുബന്ധിച്ചൊരു ചെറിയ ഒരു പ്രോഗ്രാം ഉണ്ടാകാം, അത് ഉറപ്പില്ല. അതല്ലെങ്കിൽ മെയ് 1 കഴിഞ്ഞാൽ രജിത്ജി അങ്ങേയറ്റം ഒരു സൈലൻസിലേക്ക്, ധ്യാനങ്ങളും മുരുക നിർദ്ദേശങ്ങൾക്ക് അനുസരണമായിട്ടുള്ള ഒരു പ്രത്യേക ജീവിതചര്യയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകമായൊരു സൈലൻസിലേക്ക് പോവുകയാണ്. ആ സമയത്ത് രജിത്ജിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊന്ന് യുഗപ്പുരയ്ക്ക് മുമ്പിൽ എന്നുള്ള പുസ്തകത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ പണിപ്പുര തുടങ്ങും. ഇനി മനസ്സിലാക്കുക, അഗ്നിയാഗം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നമ്മളെ ഓരോരുത്തരെയും പ്യൂരിഫൈ ചെയ്യാൻ, കൂടുതൽ പ്യൂരിഫൈ ചെയ്യാനുള്ളതാണ്. രജിത്ജിക്ക് കിട്ടുന്ന എനർജി നമ്മളിലേക്ക് പകരാനുള്ളതാണ്, നമ്മളിലേക്ക് പകർത്തി തരാനുള്ളതാണ്. രജിത്ജി പറയുന്നത് എനിക്ക് കിട്ടുന്ന എനർജി നിങ്ങൾക്ക് പകർത്തി തരണം. അതിനുവേണ്ടി തയ്യാറെടുപ്പുകളാണ് പ്രധാനമായിട്ടും വരേണ്ടത്. ആ നിശബ്ദതയിൽ കുറേ നാൾ പ്രോഗ്രാമുകളൊന്നുമില്ലാത്ത നിശബ്ദമായ സമയത്ത് ബട്ടർഫ്ലൈ എഫക്ട്സ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്യാം. ഇനി ഏപ്രിൽ 26, 27 തൃശ്ശൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാമിലും എല്ലാവർക്കും വരാമെന്ന് പറഞ്ഞു. അത് മെയ് 1 മുമ്പാണല്ലോ. അതിൽ നിങ്ങൾക്ക് പങ്കാളികളാകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഗ്നിയാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാവൽ ദൈവങ്ങൾക്ക്, അതായത് സിക്കിം ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വലായിട്ടുള്ള ഇടമായിട്ട് നമ്മൾ കരുതുന്നത്. അവിടെയും യതികൾക്ക് നമ്മുടെ കാവൽ ദൈവങ്ങളായിട്ടുള്ളവരായിട്ടാണ് നമ്മൾ യതികളെ കാണുന്നത്. കാവൽ ദൈവങ്ങൾക്ക് വേണ്ടി വീരബാഹു പോലെയുള്ള ചക്രവർത്തിക്ക് വേണ്ടി, മുഷ്കിന്ദ ചക്രവർത്തിക്ക് വേണ്ടി, എക്കാലത്തെയും പ്രധാനപ്പെട്ട എക്കോണമിസ്റ്റായ ചാണക്യന് വേണ്ടി, ശ്രീ ചാണക്യന് വേണ്ടി, നേതാജി സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി ഉള്ള പൂജകൾ, അത്രയും ഹോമേജസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത്രമാത്രം ഗ്രേറ്റ് റെസ്പെക്റ്റോടെയും റെവറൻസോടെയും നമ്മൾ ചെയ്യുന്ന ആ പൂജകൾ
ഇവിടെ പ്രത്യേകിച്ച് രജിത്ജി പറഞ്ഞു നേതാജിയൊക്കെ വേറൊരു ഡയമെൻഷനിലാണ്, അതുകൊണ്ട് നമ്മൾ ബലിയല്ല ഇടുന്നത്, നമ്മൾ പ്രത്യേകം പൂജയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതാണ് മെയ് 1 മഹാഹോമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഹോമത്തിന് എങ്ങനെയായിരിക്കണം, ആ ഹോമം ശരിക്കും ആദ്യം പറഞ്ഞതനുസരിച്ച് ഹോമം 4 മണി തൊട്ട് 9 മണി വരെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ പാർട്ടിസിപ്പൻസ് വന്നതുകൊണ്ട്, കൂടുതൽ പേര് 2000-ലധികം പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഹോമം കാണാൻ വേണ്ടിയിട്ട് ഒരു ഹാളിൽ മാത്രമേ ഹോമം നടക്കുകയുള്ളൂ. കാരണം വലിയൊരു ഹോമകുണ്ഡമാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിനുള്ള ഇപ്പോഴത്തെ വിവരങ്ങളനുസരിച്ച് ഒരു ഹാളിലാണ് നടക്കുന്നത്. അപ്പോൾ അത് 3 സ്ലോട്ടായിട്ട് തിരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നേരത്തെ രജിസ്റ്റർ ചെയ്തവർ 2 സ്ലോട്ടുകൾ ആയിട്ട് നമുക്കറിയാം. 4 മണി തൊട്ട് 6:30 വരെ, 6:30 തൊട്ട് 9 മണി വരെയും. അപ്പോൾ ഈ സെക്കൻഡ് സ്ലോട്ടും ഫസ്റ്റ് സ്ലോട്ടും 4 തൊട്ട് 6:30 വരെയുള്ളത് ഫസ്റ്റ് സ്ലോട്ടാണ്, 6:30 തൊട്ട് 9 മണി വരെ സെക്കൻഡ് സ്ലോട്ടാണ്. സെക്കൻഡ് സ്ലോട്ടിലുള്ളവരാണ് അഭിഷേകവും മറ്റും കാണുന്നത്. അപ്പോൾ ഇനി കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉള്ളതുകൊണ്ട് 3 ഫേസസ് ആയിട്ടാണ് ഇത് നടത്തുക. അപ്പോൾ ഫസ്റ്റ് 4 തൊട്ട് 6:30 വരെ തിരഞ്ഞെടുത്തവർക്ക് 6 തൊട്ട് 8 വരെയും, 6:30 തൊട്ട് 9 മണി വരെ ലാസ്റ്റിലുള്ള സെഷൻ എടുത്തിരിക്കുന്നവർക്ക് 8 തൊട്ട് 10 മണി വരെയും, ഇനി പിന്നീട് കൂടുതലായിട്ട് വന്ന അംഗങ്ങൾക്ക് 4 തൊട്ട് 6 വരെയും, രാവിലെ 4 മണി തൊട്ട് 6 മണി വരെയുമാണ് ഈ ഹോമം നടത്തുക. അതായത് 4 മണിക്ക് തുടങ്ങുന്ന ഹോമം 10 മണിക്കാണ് അവസാനിക്കുക. ഇനി അതിൻ്റെ തലേദിവസം നമുക്കറിയാം 4 മണിക്ക് തുടങ്ങുന്ന ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലേദിവസം തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഗ്രൗണ്ട് ഫോഴ്സ് അംഗങ്ങൾ എത്തേണ്ടതാണ്. അപ്പോൾ ഏപ്രിൽ 30 ഉച്ചയോടെ എത്തിച്ചേരുക. പക്ഷേ അതിനു മുമ്പൊക്കെ എല്ലാവരോടും രജിച്ച് പറയാറുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും പോയി മൃഗഭഗവാനെ തൊഴുത് വരിക എന്നുള്ളതാണ്. ഇതിനോടനുബന്ധമായി വളരെ പ്രാധാന്യമുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സമയം ക്രമപ്പെടുത്തി വരിക. അപ്പോൾ അത് രജി ഇന്നലെ മീറ്റിങ്ങിന് പറഞ്ഞതായിട്ട് ഞാനിവിടെ നോട്ട് ചെയ്തില്ല. ഇപ്പോഴും പറയുന്ന കാര്യമാണ് മൃഗഭഗവാനെ തൊഴുക എന്നുള്ളത്. അപ്പോൾ അത് തൊഴുത് വരിക. ലൈറ്റ് ബോഡി ആക്ടിവേഷൻ 7 തൊട്ട് 7:30 വരെയാണ്. ഞാൻ പറഞ്ഞ പഴനിയിൽ ഭഗവാനെ തൊഴുക എന്നുള്ളതെല്ലാം വ്യക്തിപരമാണ്, എന്നാലും ഒന്ന് ഉറപ്പിച്ചെന്നുള്ളൂ. കാരണം ലൈറ്റ് ബോഡി ആക്ടിവേഷന് 7 മണിക്ക് ഹോളിലേക്ക് എത്തുക എന്നുള്ളതാണ്. 7 തൊട്ട് 7:30 വരെയും പിന്നെ 7 തൊട്ട് 8 വരെയും. ഇത് 3 സ്ലോട്ട് ആവശ്യമായി വരില്ല. കൂടുതൽ ആളുകളുണ്ടെങ്കിലും ഈ ഹാളിൽ തൽക്കാലം ഹോമകുണ്ഡം ഇല്ലാത്തതുകൊണ്ട്, ഹോമകുണ്ഡം അതിന് ശേഷമാണ്, ലൈറ്റ് ബോഡി ആക്ടിവേഷന് ശേഷമാണ് അത് തയ്യാറാക്കുക. ലൈറ്റ് ബോഡി ആക്ടിവേഷന് ശേഷം തയ്യാറാക്കുന്നത് കൊണ്ട് കൂടുതൽ പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആയിരിക്കാം. അതുകൊണ്ട് മിക്കവാറും 2 സ്ലോട്ടായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി. എന്നാലും മനസ്സിലാക്കുക, ഇത് എത്രയും വേഗം തീർന്നതിന് ശേഷം വേണം ഹോമത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്, അതിൻ്റെ പ്രാരംഭ നടപടികൾ ചെയ്യാനായിട്ട്. അപ്പോൾ 7 മണിക്ക് എത്തിച്ചേരുക. 7 മണിക്ക് തുടങ്ങും ലൈറ്റ് ബോഡി ആക്ടിവേഷൻ. 7 മണിക്ക് തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനു മുമ്പ് ഒരു 6:30 നമ്മൾ അവിടെ എത്തിച്ചേരുക. അതായത് സീറ്റുകളിൽ ഇരിക്കുക. അതിനുവേണ്ടി ഉള്ള പ്രത്യേകമായ ശാരീരികമായ മാനസികമായ തിരഞ്ഞെടുപ്പുകളെടുക്കുക. ഇനി ഇതിനെല്ലാത്തിനും വ്യത്യസ്തമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി രജിജി പറഞ്ഞു. ഈ ഹോമം കാവൽ ദൈവങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഹോമം നടത്തുന്നത്, മെയ് 1 ഹോമം നടത്തുന്നത് ഇതിലെ സേനാംഗങ്ങളായ LMRK മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഭൗതികവും മാനസികവുമായ അവരെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു വ്രതം എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും രജിജി പറയുകയുണ്ടായി. ഇത്രയും കാലത്ത് LMRKയുടെ ഫംഗ്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യമായിട്ട് രജിജി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും ഒരു 10 ദിവസം വ്രതമെടുക്കുവാനായിട്ട്. അപ്പോൾ 10 ദിവസം വ്രതമെടുക്കാമെന്ന് വെച്ചാൽ ഏകദേശം 21-ാം തീയതിയോടുകൂടി, ഏപ്രിൽ 21-ാം തീയതിയോടുകൂടി നമുക്ക് വ്രതം തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെ വ്രതം എടുക്കുന്നു ചോദിച്ചപ്പോൾ അതെല്ലാവരും ഓരോരുത്തർ അവരവരുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. അതായത് 3 നേരം ഭക്ഷണം കഴിക്കുന്ന 2 നേരമായിട്ടോ, 2 നേരം ഭക്ഷണം കഴിക്കുന്ന 1 നേരമായിട്ടോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമായിട്ടോ, ആ രീതിയിൽ തലേ ദിവസം ഉപവാസമായിട്ടോ, ആ രീതിയിൽ അവരവരുടെ മനസ്സിന് പറ്റുന്ന രീതിയിൽ, അവരവരുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ, ചിലർക്ക് രോഗങ്ങളോ മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതനുസരിച്ച്. ഓർക്കുക ഒരിക്കൽ കൂടി, ഈ ഹോമം
നമുക്ക് വേണ്ടിയിട്ടാണ്, ഇതിലെ ഭടന്മാർക്ക് വേണ്ടിയിട്ടാണ്, ഈ നല്ല യുഗത്തിന് വേണ്ടി, പുതിയൊരു ലോകത്തിന് വേണ്ടി, ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി, എല്ലാ ഡെവിൾസ് ഈവിൾസ് എഫക്റ്റിനെയും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, നമ്മുടെ ഭാരതം മുന്നോട്ട് പോവുക എന്നുള്ള ഒരു പ്രക്രിയയ്ക്ക് പടയാളികളാകുന്ന നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഹോമമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കരുതലോടുകൂടി നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാനിപ്പോൾ വരുന്ന LMRK പരിപാടികൾക്ക് എൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും LMRKയുടെ ഒരു പരിപാടിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും LMRK എന്താണെന്ന് ചോദിക്കും. അതിന് വേണ്ടിയിട്ടും കേരളത്തിന് പുറത്തുള്ളവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും LMRK എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ആഴ്ചയിൽ. വാട്ട് ഈസ് LMRK, ഹൂ ഈസ് രജിത് കുമാർ എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അത് പോസ്റ്റ് ചെയ്ത ഗ്രൗണ്ട് ഫോഴ്സ് അംഗങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുന്നു. വളരെയധികം എനിക്ക് നിങ്ങളെല്ലാവരും തരുന്ന, വീഡിയോയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, പലപ്പോഴും മിനിഞ്ഞാന്ന് വന്ന സമയത്തും അവിടെ ഹോമത്തിന് വന്ന സമയത്തൊക്കെ ഹോമത്തിനല്ല മീറ്റിങ്ങിന് വന്നപ്പോഴും നിങ്ങൾ ഓരോരുത്തരും വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിലോർക്കുന്നു. എന്താണോ ഈ ഇതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, അതായത് ഒരുപക്ഷെ ഈ LMRK മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കാം. പിന്നെ ഇതിലപ്പുറം രജിത് ജി ആ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ റെസ്പോൺസ് ഉള്ളിൽ വെച്ചുകൊണ്ട്, ഒരു ദൈവത്തിൻ്റെ, ഭഗവാൻ നേരിട്ട് തന്നൊരു റെസ്പോൺസായിട്ട് കരുതിക്കൊണ്ട്, രജിത് ജിയുടെ ആ റെസ്പോൺസിനെ ഞാൻ എൻ്റെ ജീവിതകാലം ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം. ഓം നമഃ ശിവായ, ഓം ശരണഭവായ നമഃ.